ചെങ്ങായിമാരെ, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. വാണിയംകുളം ചന്തയിലെ പെരുന്നാൾ കച്ചവടമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്നും കൂടിയാണ് പെരുന്നാളിന്റെ വിലക്ക് കന്നുകാലികളെ വിൽക്കാൻ കഴിയുള്ളൂ. ഇനി ഈ വിലക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിലക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത പെരുന്നാൾ ആവണം. ഇന്നും കൂടിയാണ് പെരുന്നാളിന്റെ വിലക്ക് കന്നുകാലികളെയൊക്കെ വിറ്റഴിക്കാൻ കഴിയുള്ളൂ. ഈ ആഴ്ചയിലും ഇഷ്ടം പോലെ കന്നുകാലികൾ എത്തിയിട്ടുണ്ട്. നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നാടൻ പോത്തുകളെ വിൽക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഉള്ളത്. ഈ ഭാഗത്തുള്ള നാടൻ പോത്തുകളെ കണ്ടതിന് ശേഷം മറ്റ് കന്നുകാലികളെ അടുത്തേക്ക് നമുക്ക് പോകാം. ഈ ആഴ്ചയിൽ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ കന്നുകാലികൾ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തിരക്കുമുണ്ട്. ധാരാളം ചെറുവണ്ടികളിലേക്കായിട്ട് നാട്ടിൻ പുറത്തു നിന്നൊക്കെ കന്നുകാലികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പോത്തുകളെ മാത്രം വിൽക്കുന്ന ഒരു ഏരിയയാണ്. നാടൻ പോത്തുകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ പോത്തുകളെയും മറ്റ് കന്നുകാലികളെയൊക്കെ കാണാം. ആദ്യം നമുക്ക് നാടൻ പോത്തുകളെ ഒന്ന് കണ്ണോടിച്ച് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വണ്ടികളിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കന്നുകളെയൊക്കെ ഇറക്കി കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ വണ്ടിയിൽ പിടിച്ച് കെട്ടിയിട്ടുള്ള കന്നൊക്കെ ഏകദേശം ഒരു 50 രൂപ 55 രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ്. ഇതേപോലെയുള്ള മീഡിയം വലുപ്പത്തിലുള്ള കന്നുകാലികൾക്കാണ് ഇപ്രാവശ്യം ചന്തയിൽ വില കൂടുതൽ ചോദിക്കുന്നത്. ഏകദേശം ഒരു 100 കിലോന്റെ മുകളിൽ 200 കിലോക്ക് താഴെ മീറ്റ് കിട്ടുന്ന കന്നുകാലികൾക്കാണ് ഇപ്രാവശ്യം ഡിമാൻഡ് കൂടുതൽ. വലിയ കന്നുകൾക്ക് വില കിട്ടുന്നില്ല. ഒരു 70 രൂപ 80 രൂപന്റെ ഒക്കെ മുകളിലുള്ള കന്നുകാലികൾക്ക് ആവശ്യക്കാർ കുറവാണ്, മേടിക്കാൻ ആളുകൾ കുറവാണ്. 70 80 ഒക്കെ താഴെ വില വരുന്ന കന്നുകൾക്ക് ആണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. അതുപോലെയുള്ള അല്ലെങ്കിൽ ആ വലുപ്പത്തിലുള്ള കന്നുകൾക്ക് നല്ല രീതിയിൽ വില കിട്ടുന്നുണ്ട്. ഒരു 100 കിലോ 150 കിലോ റേഞ്ച് മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കന്നുകാലികൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വില കിട്ടുന്നുണ്ട്. 400 രൂപ 450 രൂപ റേഞ്ചൊക്കെ മീറ്റിന്റെ ലെവൽ കണക്കാക്കിയിട്ടാണ് ഇപ്പൊ ചന്തയിൽ കച്ചവടമാകുന്നതൊക്കെ ഏകദേശം ഒരു 400 420 ആ റേഞ്ചിലാണ് കച്ചവടമായി പോകുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞ ലെവലിലുള്ള പോത്തുകൾ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ളത്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്കൊക്കെ 55,000 രൂപ മുതൽ 65,000 70,000 രൂപ വരേക്ക് ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ്. ചന്തയിൽ അവർ ചോദിക്കുന്ന വിലയാണ് 55 to 70 75 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. 45ന്റെ മുകളിൽ എന്തായാലും കൊടുക്കേണ്ടി വരും. അത്യാവശ്യം വലുപ്പത്തിലുള്ള കന്നുകളാണ്. ഇവിടെ ഈ ഭാഗത്ത് വലിയൊരു പോത്തിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു 230 250 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയൊരു പോത്താണ്. വീഡിയോയിൽ എത്രത്തോളം വലിപ്പം തോന്നിക്കുന്നുണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കൊഴുപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു 230 250 ആ റേഞ്ച് പറഞ്ഞത്. കൊഴുപ്പില്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 കിലോ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയും വലുപ്പത്തിലുള്ള വലിയൊരു പോത്താണ്. നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കന്നാണ്. നാടൻ കന്നുകൾക്ക് ഇതേപോലെ കൊഴുപ്പ് കൂടുതൽ കാണുന്നത് ഒരു പരിധിയിൽ കൂടുതൽ അരി വേവിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. ഒരു പരിധി വരെയൊക്കെയാണ് ചോറ് കൊടുക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കൊഴുപ്പും കൂടുതലായിട്ട് കാണും. നമ്മുടെ കാഴ്ചപ്പാടിൽ കൊഴുപ്പ് കൂടാൻ ചാൻസ് അരി വേവിച്ച് അല്ലെങ്കിൽ ചോറ് കൊടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ കൊഴുപ്പ് കാണുന്നത് എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ പോത്തുകളെയൊക്കെ വളർത്തുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. കൂടുതൽ കൊഴുപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പോത്ത് വളർത്തുന്ന അല്ലെങ്കിൽ കന്നുകാലികളെയൊക്കെ വളർത്തുന്ന കർഷകർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഇവിടെ ഒരു 3 പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിനുള്ള പോത്തുകളാണ്. ഏകദേശം ഒരു 200 കിലോക്ക് മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ്. 200 to 250 വരെയൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള പോത്തുകളാണ്. ഈ കാണുന്ന പോത്തുകൾക്ക് ചന്തയിൽ ഏകദേശം 65,000 രൂപ മുതൽ 90,000 രൂപ 85 90 ആ റേഞ്ച് വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ്. അവർ ചോദിക്കുന്ന വിലയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പോത്തിൻകുട്ടിനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ചന്തയിൽ ഈ കാണുന്ന പോത്തിൻകുട്ടിക്കൊക്കെ 38 40 ആ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്നത്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 32 35ന്റെ ഉള്ളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചന്തയിൽ 38 40 വരെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തും 2-3 വലിയ പോത്തുകളെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ധാരാളം വലിയ പോത്തുകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പോത്തുകൾ നാട്ടിൻ പുറത്തുനിന്ന് വിൽക്കാൻ കഴിയാതെയും കഴിഞ്ഞുപോയ ആഴ്ചകളിൽ ചന്തകളിൽ വിൽക്കാൻ കഴിയാണ്ട് വില കിട്ടാനായിട്ട് വിൽക്കാതെ റിട്ടൺ കൊണ്ടുപോയിട്ടുള്ള കന്നുകാലികളൊക്കെ ആയിട്ട് ധാരാളം വലിയ കന്നുകൾ ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട്. വലിയ പോത്തുകൾക്ക് ആവശ്യക്കാർ കുറവാണ്.
ഈ കാണുന്ന പോത്തിനൊക്കെ 36 രൂപ 37 രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഒരു 3 എണ്ണം, ആ മഞ്ഞ കയറിട്ടുള്ള ഒരു 3 എണ്ണം ഏകദേശം ഒരേ സൈസിനുള്ള അല്ലെങ്കിൽ ഒരേ വലുപ്പത്തിനുള്ള ഒരു 3 പോത്തുകളാണ്. ഏകദേശം ഒരു 200 220 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്താണ്. ആ നടുവിൽ നിൽക്കുന്നത് കുറച്ച് ഇറച്ചിക്കാനുണ്ട്, ഒരു 250 വരെയൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നാട്ടിൻ പുറത്തുനിന്ന് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ എണ്ണയൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത്യാവശ്യം വലുപ്പത്തിനുള്ളൊരു പോത്താണ്. ഏകദേശം 85 രൂപ 90 രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള ഒരു പോത്താണ്. ധാരാളം ഇതേപോലെയുള്ള വലിയ പോത്തുകൾ ചന്തയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരു ഇടത്തരം വലുപ്പത്തിനുള്ള ഒരു 4-5 പോത്തുകളെ ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. ഒരു ആവറേജ് വലുപ്പമാണ്. ചിലതൊക്കെ 1.5 വയസ്സായിട്ടുള്ളൂ, ചിലത് 2 വയസ്സ് പ്രായമായിട്ടുണ്ട്. പെരുന്നാളിന് പറ്റിയ രീതിയിലുള്ള പോത്താണ്. ചിലത് 1.5 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്ക് 38,000 രൂപ മുതൽ 50,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു പോത്താണ്. ഏകദേശം 250 270 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിൽ അത്യാവശ്യം വലുപ്പമുള്ള പോത്താണ്. വലിയ പോത്തുകൾ ധാരാളം ചന്തയിലേക്ക് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പോത്തുകൾ ഇഷ്ടം പോലെ ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട്. എത്രത്തോളം വിലക്ക് വിൽക്കാൻ കഴിയുമെന്നറിയില്ല. വലിയ പോത്തുകൾ ആവശ്യക്കാരും കുറവാണ്, ആളുകൾ വിലക്ക് ചോദിക്കുന്നില്ല. എല്ലാവരും വലിയ പോത്തിനാണെങ്കിലും ഒരു ഇടത്തരം വലുപ്പത്തിനാണെങ്കിലും ഒക്കെ ഒരു 60-70 ആ ബഡ്ജറ്റാണ് വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ വിലക്ക് ആവശ്യക്കാർ ചോദിക്കുന്നില്ല. ഇവിടെ ഈ ഭാഗത്ത് 2 കന്നുകളെ കെട്ടിയിട്ടുണ്ട്. ഇത് വേടിച്ച് കെട്ടിയ കന്നുകളാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അടുത്ത ആളുകളെ കാണുന്നില്ല. കെട്ടിയ ഭാഗത്ത് നിന്നും അവർ കുറുമ്പ് കാട്ടി കുത്തുകൂടിയിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആളുകളോട് അടുത്ത് കാണുന്നില്ല. ബാക്കി കന്നുകളെയൊക്കെ വേടിക്കാൻ വേണ്ടിയിട്ട് ചന്തയുടെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുറച്ച് കാളകളുടെ ആ ഭാഗത്തേക്ക് പോകാം. ഈ ഭാഗത്തൊക്കെ വലിയ 2 കാളകൾ, ആ കറുപ്പ് കാളകൾ അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള 2 കാളകളാണ്. അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് കാങ്കേയത്തിന്റെ ക്രോസ് ബ്രീഡ് അല്ലെങ്കിൽ ആന്ധ്രാകാള എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് വെള്ളക്കാളകൾ ആ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. ഇന്ന് ചന്തയിൽ വന്നിട്ടുള്ള അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 കാളകളാണ് ഈ കാണുന്നത്. ഈ കറുപ്പ് കന്നുകൾ കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 കന്നുകളാണ്. അതിനെ കൂട്ടത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അതിന്റെ യഥാർത്ഥ വലുപ്പം വീഡിയോയിൽ കാണിക്കാൻ സാധിക്കില്ല. എന്തായാലും ഒരു 350ന്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള അത്രയും വലുപ്പത്തിനുള്ള പോത്തുകൾ 2 കാളകളാണ്. വീഡിയോയിൽ എത്രത്തോളം വലുപ്പം തോന്നിക്കുന്നുണ്ടെന്ന് അറിയില്ല. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. നല്ല രീതിയിൽ തിരക്കുണ്ട് അവിടെ. നമുക്കപ്പോൾ കുറച്ച് പോത്തിൻകുട്ടികളെ കാണാം. ഇവിടെ ഈ ഭാഗത്തൊരു മീഡിയം വലുപ്പത്തിലുള്ള പോത്തിൻകുട്ടികളാണ്. ഏകദേശം 1 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോത്തിൻകുട്ടികൾ ഈ ലൈനിൽ കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് 32,000 രൂപ മുതൽ 38,000 രൂപ വരെയാണ് ഇപ്പോൾ ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പെരുന്നാളിന് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള 1 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് ഇവിടെ ഈ കൂട്ടത്തിലുള്ളത്. ഈ കാണുന്ന കൂട്ടത്തിലുള്ളത് ഏകദേശം ഒരു 10 മാസം മുതൽ 1 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ചിലതൊക്കെ ഒരു 7-8 ആ റേഞ്ചൊക്കെ ആയിട്ടുള്ളൂ. ചിലത് 1 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഒക്കെ മിക്സറായിട്ട് ഇങ്ങനെ വരിയായിട്ട് കെട്ടിയിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾ ഏകദേശം 27,000 രൂപ മുതൽ 32,000 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട്. കൂടുതലും ആന്ധ്ര കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. ചിലതൊക്കെ ചെറിയ കൊമ്പുള്ള അല്ലെങ്കിൽ മുറ ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. കൂടുതലും ആന്ധ്ര ബ്രീഡ് തന്നെയാണ് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച കുഴൽമന്നം ചന്തയിൽ ഒരുപാട് വളർത്തുകുട്ടികൾ നല്ല ഇടനീളവും കാൽപ്പൊക്കവും ഒക്കെ ഉള്ള ചെറിയ കൊമ്പുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. ഈ ആഴ്ചയിൽ പോത്തിൻകുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി വരും ആഴ്ചകളിൽ ഒരുപാട് പോത്തിൻകുട്ടികൾ ഉണ്ടാവും. ഈ ആഴ്ച ഇപ്പോൾ പെരുന്നാൾ ചന്ത ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വലിയ കന്നുകാലികളെയാണ് കൊണ്ടുവന്നിട്ടുള്ളൂ. പോത്തിൻകുട്ടികൾ അല്ലെങ്കിൽ കാളക്കുട്ടികളൊക്കെ വരും ആഴ്ചകളിൽ കൂടുതലായിട്ടുണ്ടാകും. കാളക്കുട്ടികൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഏകദേശം ഒരു 80 1 ലക്ഷം ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ്. 80,000 1 ലക്ഷം ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളെയും കെട്ടിയിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ കണ്ട പോലെ ഉള്ള ആന്ധ്ര കുട്ടികളാണ്. ക്വാളിറ്റി ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഹൈ ക്ലാസ് കുട്ടികളെ ഒന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് കാണുന്നത്. അതേപോലെ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഇതും ഏകദേശം 75-80 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. അവിടെ ഒരു എരുമനെ കെട്ടിയിട്ടുണ്ട്. ആ എരുമൊക്കെ 55 രൂപ 50 രൂപ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്.
ഒരു 38-40 രൂപ മുതൽ 70 രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുള്ള ഇറച്ചി ആവശ്യത്തിന് പോകുന്ന എരുമകളും ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ കാളകളുടെ അടുത്തേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത്. ആ 2 കറുപ്പ് കാളയും ബാക്കി കുറച്ച് ആന്ധ്ര കന്നുകൾ അല്ലെങ്കിൽ ഓങ്കോളിൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വെള്ളക്കാളകളും ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. ഓരോരോ ആളുകൾ ഓരോരോ പേരുകളാണ് ഇതുപോലെയുള്ള കന്നുകൾക്കൊക്കെ വിളിക്കാറുള്ളത്. ചിലവർ ഇതപ്പം കൊണ്ടുപോകുന്ന കന്നുകൾക്കൊക്കെ ഒറീസ കന്ന് എന്ന് പറയാറുണ്ട്. അതേപോലെ ഈ കാണുന്ന കന്നുകൾക്കൊക്കെ ആന്ധ്ര കന്നുകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ പേരുകളാണ് വിളിക്കുന്നത്. കറക്റ്റ് ബ്രീഡ് ഏതാണെന്ന് നമുക്കും അറിയില്ല. ഈ കാണുന്ന കന്നുകളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള നല്ല രീതിയിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള വലിയ കന്നുകളാണ്. ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള കന്നുകൾക്കൊക്കെ 70,000 രൂപ മുതൽ 1,00,000 രൂപ 1.10 വരെയൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകൾ ഈ കൂട്ടത്തിലുണ്ട്. ചെറുതും വലുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോരോ കന്നുകാലികൾക്ക് ഓരോരോ വിലകളാണ് പറയുന്നത്. ഓരോന്നിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ ഈ ഭാഗത്ത് 2 കന്നുകളെ കെട്ടിയിട്ടുണ്ട്. ഇത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, അത്യാവശ്യം മീറ്റും ഉണ്ട്. അത്യാവശ്യം വലുപ്പത്തിനുള്ള 2 കന്നുകളാണ്. പെരുന്നാളിനൊക്കെ പറ്റിയ എല്ലാ ലക്ഷണവും മൊത്തം 2 കന്നുകളാണ്. ഈ കാണുന്ന കന്നുകൾക്ക് അവർ ചോദിക്കുന്ന വില 65 രൂപ 80 രൂപ റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിനുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ 4 പുറം അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല. നല്ല രീതിയിൽ തിരക്കുണ്ട് ചന്തയിൽ. ഈ ഭാഗത്ത് ഒരുപാട് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. കാങ്കേയത്തിൻ്റെ അടുത്തുപെട്ടുള്ള കുട്ടികൾ, ഓങ്കോളിൻ്റെ അടുത്തുപെട്ടത്, അതേപോലെ ഗിയറിൻ്റെ അടുത്തുപെട്ടതൊക്കെ ഉണ്ട്. ക്രോസ് ബ്രീഡ് ഒറിജിനൽ ബ്രീഡൊക്കെ ഉണ്ടാവും. കൂട്ടത്തിൽ മിക്സഡ് ആയിട്ടാണ് കിട്ടുക. ഒരുപാട് ആളുകൾ കാങ്കേയത്തിൻ്റെ ബ്രീഡ്പ്പെട്ടുള്ള കുട്ടികൾ ചന്തയിൽ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കണ്ടായി. കാങ്കേയത്തിൻ്റെ അടുത്തുപെട്ടുള്ള കുട്ടികളൊക്കെ ധാരാളം ഇപ്പോൾ ചന്തയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാങ്കേയം, ഓങ്കോളും ഗിയറൊക്കെ ആയിട്ട് വളർത്തുകുട്ടികൾ ഇപ്പോൾ ധാരാളമായിട്ട് ചന്തയിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് വളർത്തുകുട്ടികൾ ചന്തയിലേക്ക് വരും. ഈ കാണുന്ന അല്ലെങ്കിൽ ഈ പരുവത്തിനുള്ള വളർത്തുകുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതേപോലെ വലുപ്പമുള്ള കുട്ടികൾ ചെറുതും വലുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം 16,000 രൂപ മുതൽ 24,000-25,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോന്നിന്റെ വലുപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലതൊക്കെ ഒറിജിനൽ ബ്രീഡ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് വിലയിൽ മാറ്റം ഉണ്ടാകും. ഒരേ വലുപ്പത്തിനുള്ള കന്നുകൾക്കൊക്കെ ഒരേ വില എല്ലാവരും പറയുന്നത്. ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ വലുപ്പത്തിനും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഏകദേശം 16,000 രൂപ മുതൽ 26,000-27,000 രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ ഈ കാണിച്ച വളർത്ത് കാളക്കുട്ടികൾക്ക് വില ചോദിക്കുന്നത്. ഒരുപാട് വളർത്താൻ പറ്റിയ രീതിയിലുള്ള പശുക്കുട്ടികളും ചന്തയിൽ വരാറുണ്ട്. ഈ കൂട്ടത്തിൽ പശുക്കുട്ടികളൊന്നുമില്ല, എല്ലാം കാളക്കുട്ടികളാണ്. ഒരുപാട് വളർത്തുകുട്ടികളും പശുക്കുട്ടികളും ചന്തയിൽ വരാറുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊരു 3 പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അത്യാവശ്യം കാണാൻ വൃത്തിയുള്ള കൊമ്പുള്ളൊരു കുട്ടിയുണ്ട്. ബാക്കിയൊക്കെ ഒരു ആവറേജ് ക്വാളിറ്റിയേ ഉള്ളൂ. ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ പ്രായമായിട്ടുള്ള പോത്തിൻകുട്ടികളാണ്. ചന്തയിൽ 16-17 ചോദിക്കുന്നുണ്ട്. ബാർഗെയിൻ ചെയ്താലാണ് എത്രത്തോളം വില താഴ്ത്തി കിട്ടും എന്നറിയുള്ളൂ. ഏകദേശം 16-17 ആ റേഞ്ചൊക്കെ വില ചോദിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ വളർത്തുകുട്ടികളുടെ പിറകുവശമാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഇതേപോലെയുള്ള വളർത്തുകുട്ടികൾ ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. വരും ആഴ്ചകളിൽ കൂടുതൽ വളർത്തുകുട്ടികൾ വരാൻ ചാൻസ് ഉണ്ട്. വരും ആഴ്ചകളിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും കുഴൽമന്നത്തെയും വാണിയംകുളത്തെയും ചന്തകളുടെ വീഡിയോ നമ്മുടെ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. നിങ്ങൾക്കത് ഉപകാരപ്പെടും. വളർത്തുകുട്ടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന ചുവന്ന കുട്ടികൾക്ക് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ചുവന്ന കുട്ടിക്കൊക്കെ ഏകദേശം 22 രൂപ 27 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ചെറുത് ഉയരല്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ മീറ്റ് കാണുന്നുണ്ട്. മറ്റത് ഉയരത്തിനുണ്ട്, ഫ്രെയിം വരുവാണ്. രണ്ടും വളരുന്ന കുട്ടികൾ തന്നെയാണ്. ചെറുത് ഒരു ഉയരം വല്ലാതെ ഉയരം വരാത്ത ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഉരുളുള്ളൂ, വല്ലാണ്ട് ഉയരം വരില്ല. അപ്പം തന്നെ അങ്ങനെ ഇറച്ചി കയറുകയാണ്. വലിയ ഹൈറ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഒരു ഉരുണ്ട പരുവാണ്, അല്ലെങ്കിൽ ഉരുണ്ട ഒരു പ്രകൃതിയാണ് അതിനെ കാണുമ്പോൾ. എങ്കിലും അത് വളരാനൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഉഷാറൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ഇത് സഹിവാളിൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡാണെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തുള്ളത് അത്യാവശ്യം വലുപ്പത്തിനുണ്ട്. അതൊരു ഫ്രെയിം വരുവാണ്, നല്ല രീതിയിൽ വളരുന്നൊരു കുട്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികളൊക്കെ ഇപ്പോൾ ചന്തയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വരും ആഴ്ചകളിൽ കൂടുതൽ വളർത്തുകുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് ഒരു പശുവിനെയാണ് കെട്ടിയിട്ടുള്ളത്. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള പശുവാണ്. വലിയ പ്രായമൊന്നും തോന്നിക്കുന്നില്ല. അകിടൊക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ.
കാര്യമായിട്ട് അകിടൊന്നും കാണുന്നില്ല. ഈ കാണുന്ന അല്ലെങ്കിൽ ഈ പരുവത്തിനുള്ള പശുക്കൾക്കൊക്കെ അല്ലെങ്കിൽ പശു വളർത്താൻ പറ്റിയ രീതിയിലുള്ള പശുക്കൾക്കൊക്കെ 27 രൂപ മുതൽ 35, 38 ആ റേഞ്ച് വരെയൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ പശുക്കൾക്ക്. വലിയ പശുക്കളും ധാരാളമായിട്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ കറവയുള്ള പശുക്കളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരു മൂരിക്കുട്ടിനെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു വയസ്സിന് മുകളിൽ 1.5 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയൊരു മൂരിക്കുട്ടിയാണ്. 35, 38 ആ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കാവുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ്. കറക്റ്റ് വില നമുക്കറിയില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ചന്തയിൽ 38 റുപ്യ വരെയൊക്കെ ഇപ്പോഴത്തെ ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞതാണ്. ഈ ആഴ്ചത്തെ വാണിയംകുളം ചന്തയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാനും മടിക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.